ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിൻ്റെ യജമാനൻ്റെ ഗൃഹത്തെയും നിൻ്റെ മാർവിടത്തിലേക്ക് നിൻ്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവൻ അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു, അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിൻ്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുകെ ഞാൻ നിൻ്റെ ഭാര്യമാരെ എടുത്ത് നിൻ്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നിൻ്റെ ഭാര്യമാരോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുകെ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും. യഹോവ ദാവീദിനോട് കരുണ കാണിച്ചു, ദാവീദിനോട് അൻപ് കാണിച്ചു. നിത്യനായ ദൈവം ദാവീദിനോട് മനസ്സലിഞ്ഞു. ദാവീദിൻ്റെ അടുക്കിലേക്ക് നാഥാൻ പ്രവാചകനെ അയച്ചു. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. ദാവീദിന് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അനുതാപം ലഭിക്കണം. അനുതാപം ലഭിക്കണമെങ്കിൽ വചനം കേൾക്കണം. അനുതാപം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം കിട്ടണം. പ്രിയപ്പെട്ടവരെ, എന്നുമെന്നും നാം ആഗ്രഹിക്കണം, കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ വചനം ഇന്ന് തരണമേ. അന്നേക്കുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തേക്കുള്ളതായ മന്ന ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഇന്നലത്തെ മന്ന പോര കർത്താവേ, ഇന്ന് പുതിയ മന്ന തരണമേ. ഇന്ന് ജീവമന്ന തരണമേ. ഇന്നലെ ഞാൻ മന്ന പെറുക്കി, ശരിയാണ്, പോര കർത്താവേ, ഇന്നത്തേക്ക് പുതിയ മന്ന തരണം. ദൈവമക്കളെ, എന്നുമെന്നും മന്ന ചോദിപ്പീൻ, എന്നുമെന്നും മന്ന യാചിപ്പീൻ. സ്വർഗത്തിലെ ജീവമന്നയാണ് വചനം. സ്വർഗത്തിലെ ജീവമന്നയാണ് ക്രിസ്തു. സ്വർഗത്തിലെ ജീവമന്നയാകുന്ന ക്രിസ്തു, ജീവന്റെ മന്നയായ വചനം എന്നും നമുക്ക് ലഭിക്കട്ടെ. ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് നാഥാൻ പ്രവാചകൻ ചെന്നു. ദൈവം ദാവീദിന് കൊടുക്കാൻ നാഥാൻ പ്രവാചകനെ ഭരമേൽപ്പിച്ച മന്ന നാഥാൻ പ്രവാചകൻ ദാവീദിന് കൊടുത്തു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആലങ്കാരിക ഭാഷയിലാണ് മന്ന എന്ന് പറഞ്ഞത്. മന്ന ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദിന് ദൈവം വചനം കൊടുത്തു നാഥാൻ പ്രവാചകൻ്റെ നാവിൽ കൂടി. ദൈവം ദാവീദിനോട് സംസാരിച്ചു നാഥാൻ പ്രവാചകൻ്റെ ശബ്ദത്തിൽ കൂടി. എന്താണ് ദൈവം പറഞ്ഞത്? ദൈവം പറഞ്ഞത്, നാഥാൻ്റെ നാവിൽ കൂടി പറഞ്ഞത്, പ്രവാചകൻ്റെ ശബ്ദത്തിലും ഭാഷയിലും പറഞ്ഞത് എന്താണ്? ഒരു ഉപമയാണ്, ആലങ്കാരികമായ ഒരു വാർത്തയാണ്, പ്രതിരൂപാത്മകമായ പ്രതീകാത്മകമായ ഒരു കഥയാണ്. എന്താണ് കഥ? നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അത് അവൻ്റെ അടുക്കൽ അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവന് ഒരു മകളെ പോലെയുമായിരുന്നു. ധനവാൻ്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകൾ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ച് തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിൻ്റെ കോപം ആ മനുഷ്യൻ്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നാഥാൻ പ്രവാചകൻ പറഞ്ഞതൊരു കഥയാണ്, പോരാ ഒരു സംഭവമാണ്. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പലപ്പോഴും പ്രതീകാത്മകമായും ആലങ്കാരികമായും സംസാരിക്കും. കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് നേരെ പറയാതെ പ്രതീകാത്മകമായി പറയും. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ കാണാം, ഇരമ്യാവേ നീ എന്ത് കാണുന്നു? ദൈവം ഇരമ്യാവിനൊരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഒരു ദർശനം കാണിച്ചു കൊടുത്തു.
ഇരമ്യാവേ നീ എന്ത് കാണുന്നു? ബദാം വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ്. വീണ്ടും ദൈവം മറ്റൊരു കാഴ്ച കാണിച്ചു കൊടുത്തു. ഇരമ്യാവേ നീ എന്ത് കാണുന്നു? തിളയ്ക്കുന്ന കലം. പ്രവാചകന് ദൈവം ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ദർശനങ്ങളിൽ കൂടെയും വെളിപ്പാടുകളിൽ കൂടെയും ദൈവം പ്രവാചകന്റെ നാവിൽ കൂടി ജനത്തോട് സംസാരിക്കുകയാണ്. ആമോസ് പ്രവാചകന് ദൈവം ചില ദർശനങ്ങൾ കാണിച്ചു കൊടുത്തു. ദൈവം ആമോസ് പ്രവാചകന് കാണിച്ചു കൊടുത്ത ദർശനങ്ങൾ 6 എണ്ണമുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ ആ 7ഉം 8ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദർശനങ്ങൾ കാണാം. ഒരു ദർശനം വിട്ടിലിൻ്റെ ദർശനമാണ്. വേറൊരു ദർശനം തീയുടെ ദർശനമാണ്. വേറൊരു ദർശനം ആഴിയിലെ വെള്ളത്തിൻ്റെ ദർശനമാണ്. വേറൊരു ദർശനം ഒരു കൊട്ട പഴുത്ത പഴം. ആമോസേ നീ എന്ത് കാണുന്നു? ഒരു കൊട്ട പഴുത്ത പഴം. അതിൽ ചിലത് ചീഞ്ഞ പഴങ്ങൾ, ചിലത് നല്ല പഴങ്ങൾ. ദൈവം പറഞ്ഞു, എൻ്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് പിടിച്ചിരിക്കുന്നു, ഇനി ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. പ്രവാചകനെ ദൈവം ചില കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയാണ്. ആമോസേ നീ എന്ത് കാണുന്നു? ഞാനൊരു തൂക്കുകെട്ട് കാണുന്നു. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ ഞാനൊരു തൂക്കുകെട്ട് പിടിക്കും, ഇനി ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. തൂക്കുകെട്ടയുടെ ദർശനം. ഒരു കൊട്ട പഴുത്ത പഴത്തിൻ്റെ ദർശനം. വിവിധ ദർശനങ്ങൾ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ആലങ്കാരികമായി ദൈവം സംസാരിക്കുകയാണ്, ദൈവം പറയുകയാണ്. തിരുവചനം വായിക്കുമ്പോൾ നമുക്കത് കാണാം. നമ്മുടെ കരുണയുള്ള കർത്താവ് തൻ്റെ പരിശുശ്രൂഷ വേളയിൽ അവിടുന്ന് ജനത്തെ പഠിപ്പിക്കുവാൻ ഉപയോഗിച്ച മാർഗം ഉപമകളായിരുന്നു, ഉദാഹരണ കഥകളായിരുന്നു. ഉദാഹരണങ്ങൾ, ഉപമകൾ. ചിലത് ഉപമകളല്ല, സംഭവങ്ങൾ തന്നെ, അപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ തന്നെ കർത്താവ് ഉപമയുടെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലത് വെറും കഥകൾ തന്നെ. മുടിയനായ പുത്രൻ്റെ ഉപമ എന്ന് പറയുന്ന ധൂർത്തപുത്രൻ്റെ സംഭവം അതൊരു ഉപമയാണ്. നല്ല സമറിയക്കാരൻ്റെ ഉപമ എന്ന് പറയുന്നത് അതൊരു ഉപമയാണ്. യേശുക്രിസ്തു പറഞ്ഞതായ ഉപമകൾ. പാറമേലടിസ്ഥാനമായിട്ട് വീട് പണിയുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞത് അതൊരു ഉപമയാണ്. അനേകം ഉദാഹരണങ്ങൾ, ഉപമകളും വെച്ചുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവചനം സംസാരിച്ച് ജനത്തിന് ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെ നാഥാൻ പ്രവാചകൻ ഒരു ദർശനമാണ് പറഞ്ഞു കൊടുത്തത്, ഒരു ഉപമയാണ് പറഞ്ഞു കൊടുത്തത്. പോരാ, ഒരു പ്രതീകമാണ് കാണിച്ചു കൊടുത്തത്, ഒരു പ്രതിരൂപമാണ് കാണിച്ചു കൊടുത്തത്. ആലങ്കാരികമായി സംസാരിക്കുകയാണ്. ഒരു ധനികനായ മനുഷ്യൻ, അടുത്തൊരു ദരിദ്രനായ മനുഷ്യൻ. ധനികന് ധാരാളം ആടുമാടുകളുണ്ട്, ദരിദ്രനോ ഒരു പെൺകുഞ്ഞാട് മാത്രം. ഈ പെൺകുഞ്ഞാട് ആ പാവപ്പെട്ട ദരിദ്രൻ്റെ ജീവനാണ്. അതിനെ എടുക്കും, ഉമ്മ വയ്ക്കും, കൂടെ കിടത്തും, തനിക്ക് കഴിക്കാനുള്ളത് മുഴുവൻ ഈ പെൺകുഞ്ഞാടിന് കൊടുക്കും. അതിവാത്സല്യം. ധനവാന് ധാരാളം ആടുമാടുകളുണ്ട്, നല്ല ഉരത്തതും മുഴുത്തതും കൊഴുത്തതും എല്ലാം ഉണ്ട്. ആലയിൽ, തൊഴുത്തിൽ എല്ലാ തരത്തിൽപ്പെട്ടതുമുണ്ട്, മികച്ച ആടുകൾ. പക്ഷേ ധനവാൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒരു അതിഥി വന്നു, ഒരു വിരുന്നുകാരൻ വന്നു. വിരുന്നുകാരനെ സൽക്കരിക്കണം. സ്വന്തം തൊഴുത്തിൽ നിന്ന് നല്ല കൊഴുത്ത ആടുകൾ ഉണ്ടായിട്ടും ഒന്നിനെപ്പോലും പിടിക്കാൻ മെനക്കെടാതെ ആ പാവപ്പെട്ട ദരിദ്രൻ്റെ, അവൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന പാവം പെൺകുഞ്ഞാടിനെ പിടിച്ച് അത് നിഷ്കരുണം കൊന്ന് അതിനെ പാകം ചെയ്ത് വിരുന്നുകാരനെ ആ ധനവാൻ സൽക്കരിച്ചു. ഇത്രയും കേട്ടപ്പോഴേക്കും ദാവീദ് ചാടി എഴുന്നേറ്റു. സിംഹാസനത്തിൽ നിന്ന് ദാവീദിന് ധാർമ്മിക രോഷം. ദാവീദ് ചാടി എഴുന്നേറ്റു. ദാവീദ് കോപിച്ചുകൊണ്ട് ഗർജിച്ചു. എന്താണ് ദാവീദ് പറഞ്ഞത്? ആ മനുഷ്യൻ മരണയോഗ്യൻ, ഈ നീതിമാനായ ഞാൻ ഭരിക്കുന്ന നാട്ടിൽ സമ്മതിക്കുകയില്ല. ഈ ദാവീദ് ഭരിക്കുന്ന നാട്ടിൽ ഞാൻ സമ്മതിക്കുകയില്ല. യഹോവയുടെ അഭിഷിക്തനായ ദൈവം തെരഞ്ഞെടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ദാവീദ് ഭരിക്കുന്ന നാട്ടിൽ ഞാനിത് സമ്മതിക്കുകയില്ല. ഇത് നടക്കാൻ പാടില്ലാത്തതാണ്. ആ മനുഷ്യൻ മരണയോഗ്യൻ. പാവപ്പെട്ട ദരിദ്രൻ്റെ പെൺകുഞ്ഞാടിനെ കൊന്ന് വിരുന്നുകാരനെ സൽക്കരിച്ച ധനവാൻ മരണയോഗ്യൻ, അവനെ കൊല്ലണം. മാത്രമല്ല അവൻ്റെ സ്വത്തിൽ നിന്ന് 4 ഇരട്ടി പകരം കൊടുക്കണം, 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദാവീദ് വളരെ കർശനമായിട്ടാണ് സംസാരിച്ചത്. നാഥാൻ പ്രവാചകനും എഴുന്നേറ്റു. നാഥാൻ പ്രവാചകനും പീഠത്തിൽ നിന്ന് എഴുന്നേറ്റു. പ്രവാചകൻ കൈവിരൽ ചൂണ്ടി. പ്രവാചകൻ്റെ ചൂണ്ടുവിരൽ ദാവീദിൻ്റെ നെറ്റിക്ക് നേരെ നിവർത്തി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദ് അമ്പരുന്നേ, ഞാൻ ആരുടെ ആടിനെ പിടിക്കാൻ പോയില്ലല്ലോ, ഞാൻ ആരുടെ ആടിനെ കൊല്ലാൻ പോയില്ലല്ലോ. ഇതെന്താണ് ഈ പ്രവാചകൻ ഈ പറയുന്നത്? പ്രവാചകൻ തെറ്റ് പറയില്ല, അതറിയാം. പ്രവാചകൻ മണ്ടത്തരമൊന്നും പറയില്ല. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? എന്താ
ഞാൻ ആരുടെ ആടിനെ പിടിക്കാൻ പോയില്ലല്ലോ. അതിഥി വന്നില്ല, അതിഥിയെ സൽക്കരിച്ചില്ല, സൽക്കരിച്ചെങ്കിൽ ഞാൻ ആടിനെ പിടിക്കാൻ പോയില്ല, ആടിനെ കൊന്നില്ല. എന്താ ഈ പറയുന്നത്? ഉടനെ നാഥൻ പ്രവാചകൻ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ദൈവമായ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിൻ്റെ യജമാനൻ്റെ ഗ്രഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദാ ഗ്രഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതും കൂടി ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്തിനായി ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. ഹിത്യനായി ഊരിയാവെ നീ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. പാവപ്പെട്ട ദരിദ്രൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത് പാവപ്പെട്ട ഊരിയാവിൻ്റെ ഭാര്യ ബത്ശേബയാണ്. ഇല്ലേ? നീ അത് ചെയ്തില്ലേ? ആ സാധുവായ, നിഷ്കളങ്കനായ, നിരപരാധിയായ, വിശ്വസ്തനായ, സത്യസന്ധനായ പാവം ഊരിയാവിനെ നീ അമ്മോനിയുടെ വാൾ കൊണ്ട് കൊല്ലിച്ചില്ലേ? ഹിത്തിനായി ഊരിയാവെ നീ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് നീ ഭാര്യയായിട്ടെടുത്തു. ദാവീദ് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്, തെറ്റില്ലല്ലോ, ഭർത്താവ് മരിച്ച സ്ത്രീയെ വിവാഹം കഴിച്ചു, അതിൽ അപാകതയില്ലല്ലോ, അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ദൈവം എല്ലാം കാണുന്നു. ദൈവം മനുഷ്യൻ്റെ ഹൃദയം കാണുന്നു. ദൈവം മനുഷ്യൻ്റെ ഉദ്ദേശം കാണുന്നു. ദൈവം മനുഷ്യൻ്റെ ലാക്ക് കാണുന്നു. യൂരിയാവിനെ കൊലയ്ക്ക് കൊടുത്തത് അത് ദാവീദ് അറിഞ്ഞു. അത് ഊരിയാവ് അറിഞ്ഞില്ല, ബത്ശേബ അറിഞ്ഞില്ല, യോവാബ് അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വേറെ ആരും അറിഞ്ഞില്ല, പക്ഷേ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്ത സംഭവം, ഊരിയാവ് യുദ്ധരംഗത്ത് പടമുറുകുന്നിടത്ത് ഊരിയാവിനെ മുൻപ് നിർത്തിയിട്ട് മറ്റ് സൈന്യങ്ങളെല്ലാം പുറകോട്ട് മാറുവാൻ തന്ത്രപൂർവ്വം കെണികൾ യോവാബ് സൈന്യത്തലവ് ഒരുക്കിയത്, അത് വാസ്തവത്തിൽ യോവാബിനറിയാം, ദാവീദിനറിയാം. ഊരിയാവ് പോലും അറിഞ്ഞില്ല. യുദ്ധരംഗത്ത് ഒരാൾ പട്ടുപോയി, ഒരു പടയാളി യുദ്ധരംഗത്ത് വെച്ച് മരിച്ചുപോയി. ശത്രുവിൻ്റെ വെട്ടേറ്റ്, അമ്മോനിയുടെ വാൾ കൊണ്ട് വെട്ടേറ്റ് മരിച്ചുപോയി. അതിൽ തെറ്റില്ലല്ലോ. യുദ്ധരംഗത്ത് മരണം സംഭാവ്യമല്ലേ? മാത്രമല്ല, മരിച്ച ഒരാളുടെ ഭാര്യ വിവാഹം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ദാവീദിന് ന്യായീകരണങ്ങളുണ്ട്. ദാവീദ് കുഴപ്പമൊന്നുമില്ലെന്ന് ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവം പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഹിത്യനായി ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തെന്തിന്? വേണമെങ്കിൽ ദാവീദിന് പറയാം, ഞാൻ ഏതായാലും ഊരിയാവ് മരിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ല, ഞാൻ ഇങ്ങ് കൊട്ടാരത്തിലാണ്, ഊരിയാവിനെ വെട്ടാൻ ഞാൻ വാളെടുത്തില്ല. പിന്നെ എന്താ ഈ പ്രവാചകൻ ഈ പറയുന്നത്? ഊരിയാവിനെ ഞാൻ കൊന്നില്ല, ഞാൻ വെട്ടിയില്ല, ഞാൻ വാളെടുത്തില്ല. അമ്മോനിയുടെ വാൾ കൊണ്ട് ഊരിയാവ് വെട്ടേറ്റ് ചത്തു. ഞാനതിലെന്താ ചെയ്തത്? പ്രിയമുള്ളവരെ, എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായീകരണങ്ങൾ വിലപ്പോവില്ല. നിത്യനായ ഒരു ദൈവമുണ്ട്. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ ഓരോ ചെയ്തികളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ നിരൂപണങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ ചിന്തകളെ ഓരോന്നിനെയും കൃത്യമായി നോക്കി കാണുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ വിചാരങ്ങളും വികാരങ്ങളും അവൻ്റെ ഗതിവിഗതികളും കാണുന്നൊരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ ചെയ്തികൾ മാത്രമല്ല, മനുഷ്യൻ്റെ വാക്കുകൾ മാത്രമല്ല, മനുഷ്യൻ്റെ ഭാവഹാവാദികൾ കാണുന്ന ഒരു ദൈവമുണ്ട്. യഹോവയായ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. യഹോവയായ ദൈവം അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു. യഹോവയായ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് വിനീതനായി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് വിനയപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ ആത്മാവിൻ്റെ ശബ്ദമല്ലേ? ആത്മാവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദാവീദ് രാജാവ് വിറച്ചുപോയി. സഹോദരങ്ങളെ, ആത്മാവിൻ്റെ സ്വരം കേട്ടപ്പോൾ ദാവീദിൻ്റെ ഉള്ളം ചലിച്ചു. അയ്യോ, ഇതെല്ലാം ദൈവം കണ്ടല്ലോ, എല്ലാം കൃത്യമായി ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ, നിത്യനായ ദൈവം എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. ദാവീദ് അമ്പരപ്പിലായി. പ്രവാചകനോ ദാവീദിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തിൽ ഒരിക്കലും വിട്ടുമാറുകയില്ല. നിന്റെ വീട്ടിൽ കലഹം നിലയ്ക്കുകയില്ല. എന്നും കലഹം ഉണ്ടാകും. നിന്റെ വീട്ടിലെന്നും വാളിൻ്റെ പോരാട്ടം ഉണ്ടാകും.
നിന്റെ വീട്ടിലെന്നും പടല പിണക്കങ്ങളുണ്ടാകും. നിന്റെ വീട്ടിലെന്നും വലിയ മത്സരമുണ്ടാകും. നിന്റെ വീട്ടിനകത്ത് തന്നെ യുദ്ധമുണ്ടാകും. നിന്റെ വീട്ടിലുള്ളവർ തന്നെ യുദ്ധം ചെയ്യും. വീടിനകത്ത് നിന്റെ ഗ്രഹത്തെ വിട്ട് മാറുകയില്ല. ഗ്രഹം, നിന്റെ തലമുറ, നിന്റെ മക്കൾ, അവർ തന്നെ പരസ്പരം പോരാടും. ആ മക്കൾ തന്നെ പരസ്പരം യുദ്ധം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വാൾ നിന്റെ ഗ്രഹത്തെ വിട്ട് മാറുകയില്ല. നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ട് മാറുകയില്ല. യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. ദൈവത്തിന് സ്തോത്രം. നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് നിനക്ക് അപകടമുണ്ടാകും. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് നാശമുണ്ടാകും. പ്രിയപ്പെട്ടവനെ ഓർക്കുക, ദൈവ പൈതലേ, ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ റിയാക്ഷനുണ്ട്. ഓരോരുത്തരും ഭയപ്പെടണം. എന്ത് ഭയപ്പെടണം? ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. ശരീരത്തിൽ രോഗമായി പാപം നിന്നെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിയിൽ മനോവൈകല്യങ്ങളായി പാപം നിന്നെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവികാല തലമുറകളിൽ പാപത്തിന് ശിക്ഷ നീ ഏൽക്കേണ്ടി വരും. മക്കൾ ശിക്ഷ അനുഭവിക്കും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ ഇറ്റേണിറ്റി. നിത്യതയിൽ പാപം നിന്നെ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, പാപത്തിന് തിരിച്ചടിയുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് ശിക്ഷയുണ്ട്. ദാവീദ് വിറയലോടെ കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് ദാവീദ് രാജാവ് വിറകൊള്ളുകയാണ്. ശൗലിൻ്റെ മുമ്പിൽ ദാവീദ് വിറച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സൈന്യങ്ങളുടെ മുമ്പിൽ ദാവീദ് വിറച്ചിട്ടില്ല. ദാവീദ് ഭീരുവല്ല. മല്ലനായ ഗോലിയാത്തിന്റെ മുമ്പിലും ദാവീദ് നെടുമ്പോടെ, കരുത്തോടെ, ശക്തിയോടെ നിന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനത്തിന്റെ മുന്നിൽ ഇതാ ദാവീദ് വിറയ്ക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ വചനത്തിന്റെ മുന്നിൽ വിറയ്ക്കാൻ നിങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചാൽ നന്നായിരുന്നു. വചനം കേൾക്കുമ്പോൾ അയ്യോ എൻ്റെ പാപം, കർത്താവേ ഇതിൽ നിന്ന് എനിക്കൊരു മോചനം തരണമേ, ഈ പാപത്തിൻ്റെ ഭീകരമായ ദുഷ്കൃതങ്ങൾ എന്നെ പിടികൂടാതിരിക്കുവാൻ എൻ്റെ പാപക്കറകൾ നീ കഴുകിത്തരണമേ. നാഥ, ഈ പാപത്തിൻ്റെ ഭീകരമായ തിരിച്ചടികൾ ഞാൻ ഏൽക്കാതിരിക്കാൻ ഇന്നെൻ്റെ പാപത്തിൻ്റെ സകല മാലിന്യങ്ങളും എന്നിൽ നിന്നും മായ്ച്ചു കളയണമേ. എൻ്റെ ജീവിതത്തിൽ എന്നോ ഒരിക്കൽ സംഭവിച്ച പാപം എൻ്റെ പിറകെ വരാതെ ഇന്ന് ആ പാപത്തെ നീ തടുക്കണമേ. പാപത്തിൻ്റെ ആക്രമണത്തെ തടുക്കണമേ. പാപത്തിൻ്റെ ഘോരമായ വിപത്തിനെ തടുക്കണമേ. പാപത്തിൻ്റെ ഭീകരമായ തിരിച്ചടികളെ തടുക്കണമേ. എൻ്റെ പാപം എൻ്റെ മേലിൽ നിന്നും അയച്ചു കളയണമേ. നാഥ, എൻ്റെ പാപക്കറകൾ നീ പോക്കണമേ. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, എണ്ണിയാൽ തീരാത്ത പാപങ്ങളില്ലേ? ഓർത്തു നോക്കൂ. പ്രവൃത്തിയിൽ പാപങ്ങളില്ലേ? ചിന്തയിൽ പാപങ്ങളില്ലേ? വാക്കിൽ പാപമില്ലേ? വൈരാഗ്യത്തോടെ പ്രവർത്തിച്ചിട്ടില്ലേ? പകയോടും വിദ്വേഷത്തോടും കൂടി പ്രവർത്തിച്ചിട്ടില്ലേ? അസൂയയോടെ സംസാരിച്ചിട്ടില്ലേ? ചിന്തിച്ചിട്ടില്ലേ? ദുർവ്യാഗ്രഹത്തോടെ പല ദുഷ്കൃതങ്ങളും ചെയ്തിട്ടില്ലേ? ഒരിക്കലും ചെയ്യരുതാത്ത നിഷ്ഠൂര കൃത്യങ്ങൾ ചെയ്തു പോയവരില്ലേ? പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവനെ ഉപദ്രവിച്ചില്ലേ? സാധുവിനെ വളരെ വേദനിപ്പിച്ചില്ലേ? ഇതാ ഒരുവന് കിട്ടേണ്ട പ്രൊമോഷൻ തടഞ്ഞു വെച്ചില്ലേ? മകനെ, ഒരുവന് കൊടുക്കേണ്ടതായ നന്മ നീ കൊടുക്കാതെ തടഞ്ഞു പിടിച്ചില്ലേ? ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെട്ട മകളെ, നിന്റെ പ്രതിയെ നിന്റെ ഗർഭത്തിൽ വെച്ച് നീ നശിപ്പിച്ചില്ലേ? ഓർത്തു നോക്കൂ ദൈവവൈതലേ, ഓരോന്നോരോന്നായി നീ ഓർത്തു നോക്കൂ. നിന്റെ ജീവിതത്തിൽ തിന്മകൾ ധാരാളം വന്നില്ലേ? അന്യായമായി അപഹരിച്ചില്ലേ? അവിഹിതമായി സമ്പാദിച്ചില്ലേ? പാവപ്പെട്ടവനെ ഉപദ്രവിച്ച് അവന്റെ സ്വത്ത് നീ കവർന്നില്ലേ? നിന്റെ ജീവിതത്തിൽ തിന്മകൾ തുരിതുര വന്നില്ലേ? അനേകം തിന്മകൾക്ക് നീ വശമനായി പോയില്ലേ? ഓർത്തുകൊള്ളൂ, പാപത്തിന്റെ ഭീകരമായ ആക്രമണങ്ങൾ നിന്നെ നേരിടുന്നതിന് മുൻപ് നിന്റെ പാപത്തെ നീ കണ്ടുപിടിച്ച് അതിനെ ഉപേക്ഷിച്ചാൽ നന്നായിരിക്കും. പാപമോചനം തരുവാൻ ഇന്ന് ദൈവപുത്രൻ ജീവിക്കുന്നുണ്ട്. പാപക്ഷമ തരുവാൻ ഇന്ന് കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. ഏത് പാപിയെയും രക്ഷിപ്പാൻ യേശുക്രിസ്തു ക്രൂസിൽ രക്തം ചിന്തിയിട്ടുണ്ട്. അതിനെന്ത് പറയുന്നു? യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം എന്ത് പറയുന്നു? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഏറ്റു പറഞ്ഞുകൊള്ളുക പോരാ. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. പാപം മറച്ചു പിടിക്കരുത്.
അത് ഒളിച്ചു വയ്ക്കരുത്. ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന് ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം 28 അധ്യായം 13 വാക്യത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ഏറ്റുപറയുക, പാപം ഉപേക്ഷിക്കുക, പാപം ഏറ്റുപറയുക, പാപം അനുതാപത്തോടെ ഏറ്റുപറയുക. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. പാപത്തെക്കുറിച്ചുള്ള ബോധം, അരിഷ്ടത, എൻ്റെ കർത്താവേ അരുതാത്തത് വന്നുപോയി, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ വന്നുപോയി. എൻ്റെ ചില വാക്കുകൾ ചിലരെ നൊമ്പരപ്പെടുത്തിപ്പോയി. എൻ്റെ ചില വാക്കുകൾ അസ്ത്രം കയറുന്ന പോലെ ചിലരുടെ ശങ്കിനെ മുറിപ്പെടുത്തിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പലതും തെറ്റുകൾ സംഭവിച്ചു പോയി. പലരും അറിയാത്തതായ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. നാഥാ, നീ എല്ലാം അറിയുന്നു. കർത്താവേ, നിന്റെ തിരുരക്തം ഇന്ന് ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എൻ്റെ മേലൊന്ന് തളിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപക്കറകളൊന്ന് കഴുകണമേ. ഗോകുൽത്തായിൽ ചിന്തിയ പുണ്യാഹ രക്തത്താൽ എൻ്റെ പാപക്കറകളൊന്ന് കഴുകണമേ. നിത്യ സ്നേഹത്തോടെ സംസാരിക്കുന്ന ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്താൽ എൻ്റെ പാപക്കറകളൊന്ന് കഴുകണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ദാവീദിന് ദൈവം കുറ്റബോധം കൊടുത്തു, ദാവീദിന് ദൈവം പാപബോധം കൊടുത്തു, ദാവീദിന് ദൈവം അനുതാപം കൊടുത്തു, ദാവീദിന് ദൈവം പശ്ചാത്താപം കൊടുത്തു, ദാവീദിന് ദൈവം മാനസാന്തരം കൊടുത്തു, ദാവീദിന് ദൈവം യഥാസ്ഥാനപ്പെടുത്തി. ദാവീദിന്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. പാപം ക്ഷമിക്കുന്ന ദൈവം, അകൃത്യം പൊറുക്കുന്ന ദൈവം, ലംഘനങ്ങളെല്ലാം മായ്ച്ചു കളയുന്ന ദൈവം, എല്ലാ അതിക്രമങ്ങളെയും പൊറുക്കുന്ന ദൈവം, സ്നേഹനിധിയായ ക്രിസ്തു ഇന്നിതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സമീപത്തുകൂടെ മന്ദം നടക്കുകയാണ്. അവന്റെ ആണിപ്പാടുകരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. അവന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. അവനോട് നിങ്ങൾ വാക്ക് പറയൂ. ഉടയവനെ, ഇത്രയും കാലം ഞാൻ പാഴാക്കി കളഞ്ഞു, ഇത്രയും സംവത്സരങ്ങൾ ഞാൻ വെറുമയിൽ നശിപ്പിച്ചു കളഞ്ഞു, എൻ്റെ ജീവിതം താറുമാറാക്കി കളഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിച്ചു, എൻ്റെ ഹൃദയത്തെ ഞാൻ നശിപ്പിച്ചു, എൻ്റെ ശരീരത്തെ ഞാൻ അശുദ്ധമാക്കി, എൻ്റെ പൈസ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു പോയി, എൻ്റെ വിലയേറിയ സമയം തിന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു, എൻ്റെ സ്വാർത്ഥതയ്ക്കും എൻ്റെ ദ്രവ്യാഗ്രഹത്തിനും എൻ്റെ അഹങ്കാരത്തിനും ഞാൻ അടിമയായി ജീവിച്ച് നല്ല കാലങ്ങൾ പാഴായി പോയല്ലോ. രക്ഷക, എന്നെ രക്ഷിക്കണമേ. ഉടയവനെ, എന്നെ വീണ്ടെടുക്കണമേ. നാഥ, എൻ്റെ പാവക്കറകൾ പോക്കണമേ. യേശുവേ, നിന്റെ തിരുവിലാവ് പൊട്ടിയൊഴിയ ചോരയാൽ എന്നെ നീ ഒന്ന് കഴുകണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, ഹൃദയം തുറക്കുവീൻ, ദൈവത്തോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. എൻ്റെ കരുണയുള്ള കർത്താവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. തീരുമാനിക്കുവീൻ, ഹൃദയം തുറക്കുവീൻ, ക്രിസ്തുവിനെ എതിരേൽക്കുവീൻ, ക്രിസ്തുവിനെ ജീവിതം വേർതിരിപ്പീൻ, യേശുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി സ്തോത്രം. സ്നേഹം പകരുന്നതിനായി സ്തോത്രം. സ്നേഹത്തിൻ്റെ ശബ്ദത്തിനായി സ്തോത്രം. സ്നേഹത്തിൻ്റെ ദൂതനായി സ്തോത്രം. ഗോകുൽത്തായിലെ സ്നേഹം ഇന്നും സംസാരിക്കുന്നതിനായി സ്തോത്രം. ചങ്കുപൊട്ടിയൊഴിയ ചോരയുടെ നിർമ്മല ശക്തി ഞങ്ങളെ സ്വാധീനം ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും കഴുകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും അനുഗ്രഹം പകർന്ന് അത്ഭുതകരമായ സന്തോഷാനുഭൂതികളിലേക്ക് നയിക്കണമേ. കർത്താവേ, രോഗസൗഖ്യം അയക്കണമേ, പാപബന്ധനങ്ങൾ അഴിക്കണമേ. കർത്താവേ, പൈശാചിക ബാധകൾ മാറ്റണമേ, ദുരാത്മ ഭീതികൾ അകറ്റണമേ, ശാപദോഷങ്ങൾ മാറ്റണമേ. തലമുറയായി പകർന്നു വരുന്ന സകല പാപങ്ങളും ശാപങ്ങളും മാറ്റി കർത്താവേ, ഈ ജീവനുള്ള ദൈവമേ, ഈ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരുടെ മേലും തൃക്കനം വരണമേ, എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. മഹത്വം തിരുമേനിയെടുക്കണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ.